ആഫ്രിക്കയിലെ ഖനികൾ കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ സ്വർണ്ണ ഖനികൾ ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. അങ്ങനെ ഒരു സ്വർണ്ണ ഖനി തേടിയുള്ള യാത്രയിലാണ് ഇന്ന് ഞങ്ങൾ. ബാംഗ്ലൂരിൽ നിന്നും 90 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കോളാർ ഗോൾഡ് ഫീൽഡ് അല്ലെങ്കിൽ KGFിലേക്കാണ് ട്രാവൽ സ്റ്റോറീസിന്റെ ഇന്നത്തെ യാത്ര. KGFിന്റെ ഇപ്പോഴത്തെ കാഴ്ചകളും ഖനികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും അറിയാനായി വീഡിയോ മുഴുവനായി കാണാനും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ട്രാവൽ സ്റ്റോറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ 11 മണിയോടുകൂടിയാണ് ബാംഗ്ലൂരിൽ നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഇന്ത്യയുടെ ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരം കൂടെയാണ്. എല്ലായ്പ്പോഴും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നതിന് അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ് ഇവിടുത്തേത്. കന്നഡ ഭാഷയിൽ തണൽ എന്നർത്ഥം വരുന്ന നെരാലു 2017 ബംഗളൂരുവിലെ ഒരു കൂട്ടം ആളുകൾ നഗരത്തിന്റെ പച്ചപ്പ് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചു. അതിനായി ഈ നഗരത്തിന്റെ ചരിത്രം, പരിസ്ഥിതി, സൗന്ദര്യശാസ്ത്രം, മരങ്ങളുടെ ഓർമ്മകൾ എന്നിവ ആഘോഷിക്കാനായി ഒരു ദിവസവും തിരഞ്ഞെടുത്തു. ഈ ദിവസം ആളുകൾ മരങ്ങൾ നടലും പാട്ടും നൃത്തവുമായി ഒത്തുചേരുന്നു. ധാരാളം ഗാർഡനുകളും ആർട്ടിഫിഷ്യൽ ലേക്കുകളും നമുക്കിന്ന് ബാംഗ്ലൂരിൽ കാണാൻ സാധിക്കും. 1500കളിൽ വിജയനഗര സാമ്രാജ്യം ഭരിച്ചിരുന്ന കെമ്പഗൌഡ ഒന്നാമനെയാണ് ബാംഗ്ലൂർ നഗരത്തിന്റെ സ്ഥാപകനായി കണക്കാക്കുന്നത്. ഇനി നമുക്ക് പോകുന്ന വഴിയുള്ള ബാംഗ്ലൂരിന്റെ ചില കാഴ്ചകളിലേക്ക് കടക്കാം.
ഇതാണ് ബാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് വേ അല്ലെങ്കിൽ നാഷണൽ എക്സ്പ്രസ് വേ 7 എന്ന് പറയുന്നത്. കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിങ്ങനെ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ എക്സ്പ്രസ് വേ കടന്നു പോകുന്നത്. ഈ എക്സ്പ്രസ് വേ കംപ്ലീറ്റ്ലി വർക്കിംഗ് ആയിട്ടില്ല. പക്ഷേ എക്സ്പ്രസ് വേയുടെ കർണാടക സ്ട്രെച്ചിലുള്ള 71 കിലോമീറ്ററോളം ദൂരം ഇപ്പോൾ വർക്കിംഗ് ആണ്. കർണാടകയുടെ കോലാർ ഡിസ്ട്രിക്റ്റിനെയും KGFനെയും എല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ എക്സ്പ്രസ് വേ കടന്നു പോകുന്നത്. അതുകൊണ്ട് വളരെ സുഗമമായി തന്നെ KGFലെല്ലാം നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ എക്സ്പ്രസ് വേ ഫുള്ളി ഫങ്ഷണൽ ആവുന്നതോടുകൂടി ബാംഗ്ലൂരിൽ നിന്നും 5-6 മണിക്കൂർ എടുത്ത് ചെന്നൈയിലെത്തുക എന്നതിൽ നിന്നും മാറി 3-4 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെന്നൈയിൽ എത്താൻ സാധിക്കും. അങ്ങനെ 2 മെട്രോ സിറ്റികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എക്സ്പ്രസ് വേ കൂടെയാണിത്. ഈ റൂട്ടിൽ ധാരാളം കൃഷിപ്പാടങ്ങളാണുള്ളത്. ജമന്തിത്തോട്ടങ്ങൾ, മാവിൻ തോപ്പുകൾ, കോളിഫ്ലവർ, കാബേജ് കൃഷി എന്നിവയാണ് അവിടെ കാണാൻ സാധിച്ചത്. സമ്മർ സീസണുകളിൽ രാവിലെയും രാത്രിയും തണുപ്പ് അനുഭവപ്പെടും എങ്കിലും പൊതുവായി ഒരു ഡ്രൈ ക്ലൈമറ്റ് ആണ് കർണാടകയുടേത്. അതുകൊണ്ട് തന്നെ സമ്മർ സീസണുകളിൽ ഇതുപോലുള്ള കാഴ്ചകൾ വളരെ കോമൺ ആണ്. 4 ലൈൻ വിഡ്ത്തിലുള്ള ഈ എക്സ്പ്രസ് വേയുടെ ആകെ നീളം എന്ന് പറയുന്നത് 260 കിലോമീറ്റർ ആണ്. 2026 ജൂണോടുകൂടി ഈ എക്സ്പ്രസ് വേ ഫുള്ളി ഓപ്പറേഷണൽ ആവും എന്നാണ് പറയപ്പെടുന്നത്. കൃഷ്ണപുരയിൽ നിന്നും KGFലേക്കുള്ള റൂട്ടിലേക്ക് കയറിയാൽ ഇതുപോലുള്ള ആൾതാമസമില്ലാത്ത വഴിയോരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒരു കാലത്ത് വാനോളം പ്രശസ്തിയിലെത്തിയിരുന്ന ഒരു നഗരമായിരുന്നു KGF. എന്നാൽ ഇന്ന് ആ ഗതകാല സ്മരണയിൽ മയങ്ങുന്ന ഖനികളുടെയും മനുഷ്യരുടെയും കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ബാംഗ്ലൂരിൽ നിന്ന് 90 കിലോമീറ്ററും കോളാറിൽ നിന്ന് 60 കിലോമീറ്ററും അകലെയായിട്ടാണ് ഈ കോളാർ ഗോൾഡ് ഫീൽഡ് സ്ഥിതി ചെയ്യുന്നത്. മണ്ണിനടിയിൽ ഇന്നും സ്വർണശേഖരം അവശേഷിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തന ചെലവ് വർദ്ധിച്ചതോടെ ഇവിടെ ഖനനം നടത്തിയിരുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് 2001 മാർച്ച് 31 പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. AD 2-3 നൂറ്റാണ്ടുകളിൽ തന്നെ ഇവിടുത്തെ സ്വർണശേഖരത്തെക്കുറിച്ച് അറിവുകൾ ഉണ്ടായിരുന്നെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. കുഴികൾ ഉണ്ടാക്കി അതിൽ നിന്ന് കല്ലുകൾ ശേഖരിച്ച് പൊടിച്ച് സ്വർണം വേർതിരിച്ചെടുക്കുന്ന സാങ്കേതിക വിദ്യ പണ്ടുകാലം മുതലേ ഇവിടെ അഭ്യസിച്ചിരുന്നു. പിന്നീട് ചോള രാജാക്കന്മാരും വിജയനഗര രാജാക്കന്മാരും ടിപ്പു സുൽത്താനും ഇവിടെ സ്വർണം ഖനനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ 1850കളിൽ ബ്രിട്ടീഷുകാരാണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വൻതോതിലുള്ള സ്വർണ്ണ ഖനനം ആരംഭിച്ചത്. ഇവിടെ ധാരാളമായി തമിഴ് വംശജരെയും നമുക്ക് കാണാൻ സാധിക്കും. മദ്രാസ് പ്രസിഡൻസിയിലെ വടക്കൻ ആർക്കോട്ട്, ചിറ്റൂർ, സേലം, ധർമ്മപുരി എന്നീ ജില്ലകളിൽ നിന്നും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന തൊഴിലാളികളുടെ പിന്മുറക്കാരാണ് ഇന്നും ഇവിടെ താമസിക്കുന്നത്. 2018ലും 2022ലുമായി പുറത്തിറങ്ങിയ KGF ചാപ്റ്റർ 1, ചാപ്റ്റർ 2 എന്ന കന്നഡ ചിത്രങ്ങളും 2023ൽ പുറത്തിറങ്ങിയ തങ്കലാൻ എന്ന തമിഴ് ചിത്രവും കോളാർ ഗോൾഡ് ഫീൽഡിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണ് കാണിക്കുന്നത്. മാത്രമല്ല 2003ൽ പുറത്തിറങ്ങിയ തിരുടാ തിരുടി എന്ന തമിഴ് ചിത്രത്തിലെ മന്മഥരാസ എന്ന ഗാനം ചിത്രീകരിച്ചതും കോളാർ ഗോൾഡ് ഫീൽഡിലാണ്. KGFൽ ഒരു വലിയ ആംഗ്ലോ ഇന്ത്യൻ ജനസമൂഹം ഉണ്ടായിരുന്നു. അവരിൽ പലരും 1947ലെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു ശേഷം ബ്രിട്ടീഷ് തൊഴിലാളികളുടെ വേഷം ഏറ്റെടുത്തു. അങ്ങനെ ഖനനം ചെയ്ത സ്വർണം മുഴുവൻ ഇംഗ്ലണ്ടിലേക്ക് കയറ്റി അയച്ചു. അസമത്വം വ്യാപകമായിരുന്ന ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് തൊഴിലാളികൾ വിശാലമായ ബംഗ്ലാവുകൾ ആസ്വദിച്ചു. അതേസമയം ദരിദ്രരായ ഇന്ത്യൻ തൊഴിലാളികൾ മണ്ണ് തറയിലും ഒറ്റമുറി കുടിലുകളിലുമാണ് താമസിച്ചിരുന്നത്. എന്നാൽ KGFലെ അന്നത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റി എല്ലാം ലോകോത്തര നിലവാരത്തിലുള്ളതായിരുന്നു. മാത്രമല്ല ഖനി തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ ചികിത്സ സൗജന്യവുമായിരുന്നു. ഇതാണ് KGFന്റെ ടൗൺ ഏരിയ.
ടൗണിൽ നിന്നും കോളാർ ഗോൾഡ് ഫീൽഡുകളിലേക്ക് പോകുന്തോറും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണിത്. ഈ കാണുന്നതൊന്നും നാച്ചുറലി ഉണ്ടായ മൺകൂനകളല്ല, മറിച്ച് സ്വർണം വേർതിരിച്ചെടുത്തതിന്റെ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. സയനൈഡ് ലീച്ചിങ് എന്ന കോമൺ മെത്തേഡിലൂടെ തന്നെയാണ് ഇവിടെ സ്വർണം വേർതിരിച്ചെടുത്തിരുന്നത്. സ്വർണത്തിന്റെ അയിരുകളെ സയനൈഡ് സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തതിനു ശേഷം ആക്ടിവേറ്റഡ് കാർബൺ യൂസ് ചെയ്തിട്ടുള്ള അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ സിങ്ക് പ്രസിപ്പിറ്റേഷൻ വഴി സ്വർണ്ണ അയിരിൽ നിന്നും സ്വർണത്തെ മാത്രം റിക്കവർ ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണിത്. അതുകൊണ്ട് തന്നെ സയനൈഡ് മിക്സ് ആയിട്ടുള്ള മൺകൂനകളാണിവ. ഇത്തരം അശാസ്ത്രീയമായ വേസ്റ്റ് മാനേജ്മെന്റും അവിടെ താമസിക്കുന്നവർക്ക് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. മാത്രമല്ല, വർഷങ്ങളുടെ ഖനനങ്ങൾക്കു ശേഷം സ്വർണത്തിന്റെ അളവ് കുറഞ്ഞു വന്നു. പിന്നീട് 1 ടൺ അയിരിൽ നിന്നും 1 ഗ്രാം സ്വർണം മാത്രം ലഭിക്കാൻ തുടങ്ങി. അത് ഇത്തരം സയനൈഡ് അടങ്ങിയിട്ടുള്ള വേസ്റ്റിന്റെ അളവും കൂട്ടി. മഴക്കാലങ്ങളിൽ ഇത്തരം സയനൈഡ് കുന്നുകളിൽ നിന്നുള്ള വിഷവസ്തുക്കൾ കുടിവെള്ളവുമായി മിക്സായി. അങ്ങനെ അവിടെയുള്ള ജനവിഭാഗങ്ങൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വന്നു. കോളാർ സ്വർണ്ണ ഖനികൾ അടച്ചുപൂട്ടാൻ ഇതും ഒരു കാരണമായിരുന്നു. സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു വെഡ്ഡിംഗ് റിംഗ് നമ്മൾ കയ്യിൽ അണിയുമ്പോൾ 20 ടണ്ണോളം വേസ്റ്റാണ് അവിടെ ജനറേറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഗോൾഡ് മൈനിങ് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഡിസ്ട്രക്റ്റീവ് ഇൻഡസ്ട്രീസ് ഇൻ ദ വേൾഡ് എന്നുകൂടെ പറയുന്നു. ഖനികൾ തുറന്ന് പ്രവർത്തിച്ചിരുന്ന KGFന്റെ പ്രതാപകാലത്ത് ഇവിടം മിനി ഇംഗ്ലണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് 30,000-ഓളം വരുന്ന ഖനിത്തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളുമാണ് ഇവിടെ വസിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ അന്നത്തെ ശൈലിയിലുള്ള ധാരാളം കെട്ടിടങ്ങൾ ഇന്നും നമുക്ക് KGFൽ കാണാൻ സാധിക്കും. ഇതാണ് പണ്ടുകാലങ്ങളിൽ യൂറോപ്യൻ ഖനിത്തൊഴിലാളികൾക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന KGF ക്ലബ്ബ്. ഇന്ന് പലതരം പരിപാടികൾ നടത്താനുള്ള ഒരു കൺവെൻഷൻ സെന്റർ പോലെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് തരിശായി ജനവാസമില്ലാതെ കിടന്ന ഒരു പ്രദേശമായിരുന്നു ഇവയെല്ലാം. സ്വർണ്ണ ഖനികളുടെ വരവോടുകൂടി ഇതൊരു ടൗൺഷിപ്പായി മാറിയിരിക്കുകയാണ് ഇന്ന്. ഭൂമിക്കടിയിൽ നിന്നും ഖനനം ചെയ്തെടുത്ത കല്ലുകളാണ് ഇവയെല്ലാം. ഇവിടുത്തെ സ്വർണ്ണ ഖനികളെല്ലാം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാടുപിടിച്ച അവസ്ഥയിലാണ് ഇന്നുള്ളത്. ഇത്തരം ഖനികൾ എന്ന് പറയുന്നത് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന അഗാധ ഗർത്തങ്ങളാണ്. കിലോമീറ്ററുകളോളം ആഴത്തിലാണ് ഇവയെല്ലാം ഉള്ളത്. ഭൂമിക്കടിയിൽ നിന്നെടുത്ത കല്ലുകളായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കല്ലുകൾക്കെല്ലാം ഒരു പ്രത്യേക തിളക്കം തോന്നുന്നുണ്ടായിരുന്നു. ഗോൾഡ് മാത്രമല്ല, പലതരം മെറ്റൽ കണ്ടന്റുകൾ ഇത്തരം കല്ലുകളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കുഴിച്ചെടുത്ത കല്ലുകൾ സ്വർണം വേർതിരിക്കുന്നതിനുള്ള ക്രഷറിലേക്കും റിഫൈനറിയിലേക്കും കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ് റെയിൽവേ ലൈനുകൾ സ്ഥാപിച്ചത്. ചാമ്പ്യൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു ഖനിയുടെ പേരാണ്. ഇതാണ് ഗോൾഡ് മൈനിങ് ഷാഫ്റ്റുകൾ. ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവന്ന് സ്ഥാപിച്ച ഷാഫ്റ്റുകളാണ് ഇവയിൽ കൂടുതലും. കടൽനിരപ്പിൽ നിന്ന് 3000 മീറ്റർ വരെ താഴ്ചയുള്ള കുഴികളിൽ ഷാഫ്റ്റിൽ ഇറങ്ങി കല്ലുകൾ കൊത്തിയെടുത്ത് കൊണ്ടുവരിക എന്നുള്ളത് അപകടകരവും ശ്രമകരവുമായ ജോലികളാണ്. ഇത്തരം ശ്രമകരമായ ജോലികളിലൂടെ എത്രയോ തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രവർത്തനരഹിതമായ ഷാഫ്റ്റുകൾക്ക് ഇപ്പോഴും കാവലുണ്ട്. അതിനടുത്തേക്ക് പോവാൻ പൊതുജനങ്ങൾക്ക് അനുമതിയില്ല. ഇതുപോലുള്ള അഗാധമായ ഗർത്തങ്ങളാണ് KGFലെ സ്വർണ്ണ ഖനികൾ. 3 കിലോമീറ്റർ വരെ ആഴമുള്ള സ്വർണ്ണ ഖനിയും ഇവിടെയുണ്ട്. ഓരോ ഷാഫ്റ്റുകൾക്കടുത്തുമായി ധാരാളം ബ്രിട്ടീഷ് ശൈലിയിലുള്ള കെട്ടിടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഖനിത്തൊഴിലാളികളുടെ പിന്മുറക്കാരാണ് ഇന്ന് ഇത്തരം കെട്ടിടങ്ങളിൽ താമസിക്കുന്നത്.
നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോക്ക് മെക്കാനിക്സിൻ്റെ ഒരു കെട്ടിടവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ധാരാളം മനോഹരമായിട്ടുള്ള ചർച്ചുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഖനിത്തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഹോസ്പിറ്റൽ. ഒരു കാലത്ത് ലോകോത്തര നിലവാരത്തിൽ നിന്നിരുന്ന KGFന്റെ ഇന്നത്തെ കാഴ്ചകൾ ഇവയെല്ലാമാണ്. ഇന്ന് ഖനന പ്രവർത്തനങ്ങളുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ KGF ശ്വാസമടക്കിപ്പിടിച്ച് നിശ്ചലമായി നിൽക്കുന്നു. 80 വർഷത്തിലേറെ നീണ്ട കോളാർ സ്വർണ്ണപ്പാടങ്ങളുടെ ചരിത്രം ഖനനത്തിൻ്റെ നാഗരിക സ്വാധീനത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. KGFൽ 14,000-ഓളം ഏക്കറാണ് ഖനനത്തിനായുള്ളത്. അതിൽ തന്നെ ഏകദേശം 4,000 ഏക്കറോളം സ്ഥലത്താണ് ഖനനം നടന്നിരുന്നത്. ആകെ 900 ടണ്ണിലധികം സ്വർണം ഇവിടുന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ KGFന്റെ കാഴ്ചകളിൽ നിന്നെല്ലാം ഞങ്ങൾ യാത്ര പറഞ്ഞ് മടങ്ങി. വൈകിട്ട് 4:30 ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു. KGF എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊന്നുമല്ല, എങ്കിലും യാത്രക്കാരുടെ താല്പര്യമനുസരിച്ച് മാത്രം വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസാണ്. ട്രാവൽ സ്റ്റോറീസിൻ്റെ ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.